ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് വശം സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടാകില്ല. പറയുന്നത് എത്ര ധിക്കാരപരമാണ്, എത്ര നിഷേധാത്മകമാണ്, എത്ര അനീതിയാണ്, എത്ര ക്രൂരതയാണ്, എത്ര കാട്ടാളത്തമാണ്, എത്ര വഞ്ചനയാണ്, എത്ര ചതിയാണ് എന്നിങ്ങനെയുള്ള എത്ര പദങ്ങൾ പറഞ്ഞാലും തീരില്ല. കാലത്തിൻ്റെ അധിപനല്ല, കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനുമാവില്ല. അനീതികൾ അങ്ങനെ സ്ഥായീഭാവത്തോടെ ലോകത്ത് വിജയിച്ചിട്ടുമില്ല. അപ്രത്യക്ഷമായ ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട് താനും. ഹിറ്റ്ലറിനെ പോലെയുള്ളവരൊക്കെ അവരുടെ മുന്നിൽ ആധുനിക ലോകത്ത് ലോകസമാധാനവും ലോകനീതിയും ഒക്കെ പറയുന്നവരുടെ മുന്നിലാണ് സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്ന ഉറപ്പിന്മേൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും മുഖത്ത് കാർക്കിച്ചു തുപ്പും വിധം UK പണ്ടിതുണ്ടാക്കാൻ ഒരിടം നൽകാൻ ഈ വഞ്ചനയ്ക്ക് ചരിത്രപരമായ ചതിക്ക് കൂട്ടുനിന്ന UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുഖത്ത് നോക്കിയാണ് ഈ പ്രഖ്യാപനം നെതന്യാഹു നടത്തുന്നത്. അതിനും സാക്ഷിയാവുകയാണ് നിശബ്ദമായി ലോകം. ഒരു നദിക്കുപ്പുറം മറ്റൊരു രാജ്യമുണ്ടാകില്ല എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇതൊരു രാജ്യത്തിന് നേരെ മാത്രമല്ല, നാളെ ഏത് രാജ്യങ്ങൾക്കുമുള്ള ഒരു പാഠം കൂടിയാണിത്. ഇതിനെ സംബന്ധിച്ച് കണ്ണീർ മഴയായി ഗസ എന്ന പേരിൽ ഞങ്ങളുടെ ചുമതലയിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ, മർഹൂം ഖത്തീബ് മുഹമ്മദ് കുഞ്ഞ് മൗലവി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനാ സദസ്സിൽ എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട PK അനിൽകുമാർ വളരെ മനോഹരമായി ഇന്നത്തെ ഗസയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഹൃദയം നുറുങ്ങും വിധം നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. കേൾക്കേണ്ടതാണ് ആ വാക്കുകൾ, അറിയേണ്ടതാണ്, അറിയിക്കേണ്ടതാണ്. ഇങ്ങനെ കുറേ മനുഷ്യരെങ്കിലും എല്ലാത്തിനുമുപരി ഈ പറയുന്ന മാനവികതയോടൊപ്പം നീതിക്കൊപ്പം നിൽക്കാനുണ്ടാവുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഐക്യപ്പെടൽ, ഐക്യദാർഢ്യം. അത് കേൾക്കാം. നിസാർ ഖബാനി എന്ന പാലസ്തീൻ കവിയുടെ ഒരു കവിതാശകലമാണ് ഓർമ്മ വരുന്നത്. എന്റെ മകൻ എന്നോട് ഒരു കവിത ചൊല്ലിക്കൊടുക്കാൻ പറയുന്നു. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി ഇറ്റിറ്റു വീഴുന്നു. അത് നക്കിക്കുടിച്ചിട്ട് എന്റെ മകൻ പറയുന്നു, കണ്ണുനീരാണച്ചായത് കവിതയല്ല. ഞാൻ അവനോട് പറയുന്നു, മോനെ, വളർന്ന് വലുതാകുമ്പോൾ കണ്ണീരും വാക്കുകളും ഇരട്ടകളാണെന്ന് നീ തിരിച്ചറിയും. കണ്ണീരും വാക്കുകളും ഇരട്ടകളാണെന്ന് നീ തിരിച്ചറിയും. കണ്ണീരും രക്തവും ഉറയുന്ന വാക്കുകൾ കൊണ്ട് മാത്രമേ എനിക്ക് ഈ ചടങ്ങിൽ സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ പിറവി കൊണ്ടപ്പോൾ ഇന്ത്യ കണ്ട എക്കാലത്തെയും മതേതരവാദിയായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇതാ ഭൂമിയിൽ ഒരു നരകം പിറന്നിരിക്കുന്നു എന്ന്. നെഹ്റുവിന്റെ വാക്കുകൾ എത്രമാത്രം അന്വർത്ഥമാണെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ എന്ന ഭൂമിയിലെ ആ നരക രാജ്യത്തിന്റെ നരകാഗ്നി ഗസയുടെ അവസാനത്തെ മൺതരികളിലെ അവസാനത്തെ പാലസ്തീനിയെയും വംശീയമായി ഉന്മൂലനം ചെയ്യുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായി ഗസ മാറുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ കുഴിമാടമായി ഗസ മാറുമ്പോൾ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിശക്കുന്ന, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശന്ന് മരിക്കുന്ന മണ്ണായി ഗസ മാറുമ്പോൾ, പാലസ്തീൻ പ്രശ്നത്തിന്റെ ചരിത്രപരമായ വഴികളിലേക്ക് ഞാൻ ഒരു ഹ്രസ്വസമയം കൊണ്ട് കണ്ണോടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ, ഞാൻ രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയണം, പക്ഷേ കേരളത്തിലെ ചില സംഘപരിവാർ ക്രിസംഗി ഗ്രൂപ്പുകൾ, കാസ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ പലസ്തീൻ പ്രശ്നം കേവലം ഒരു മതപ്രശ്നമല്ല.
പലസ്തീൻ പ്രശ്നം തികച്ചും ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. 1871 മെസോപ്പൊട്ടാമിയ എന്നറിയപ്പെടുന്ന, അതായത് ഇന്നത്തെ ഇറാഖിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നതോടുകൂടിയാണ് സാമ്രാജ്യത്വ ശക്തികൾ പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള പാലസ്തീനിലേക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ കഴുകൻ കണ്ണുകൾ ചെന്നെത്തി നിൽക്കുന്നത്. 1897 സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാന നഗരികളിൽ ഒന്നായ ബാസലിൽ തിയോഡർ ഹെർസൽ എന്ന് പറഞ്ഞ ജൂതന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സിയോണിസ്റ്റ് ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ലോകത്ത് ജൂതർക്കായി ഒരു രാജ്യം വേണം എന്ന പ്രമേയം പാസാക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത് 1897 ബാസലിൽ ഈ പ്രമേയം പാസാക്കുമ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ശതമാനം 80%, 12% ക്രിസ്ത്യാനികളാണ്, 3%, കേവലം 3% മാത്രമാണ് അവിടെ ജൂതർ ഉള്ളത്. അങ്ങനെ 80% മുസ്ലിങ്ങളുള്ള പാലസ്തീനിലാണ് തങ്ങൾക്കൊരു ജൂത രാജ്യം വേണമെന്ന് 1897 സിയോണിസ്റ്റ് ഭീകരത. അന്നേ വരെ നാം ഓർക്കേണ്ട ഒരു കാര്യം, 1948 മുമ്പ് ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു പേരില്ല. ഈ പേര് പിന്നെ കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിളിൽ പഴയ നിയമവുമുണ്ട്, പുതിയ നിയമവുമുണ്ട്. പഴയ നിയമത്തില് ക്രൈസ്തവ സഹോദരന്മാർ മോശെ എന്ന് പറയുന്ന, ഇസ്ലാം സഹോദരന്മാർ ഈസാ നബി എന്ന് പറയുന്ന വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു യാത്ര വിവരിക്കുന്നുണ്ട്. ആ ബൈബിളിലെ സാങ്കല്പിക ഭൂമി, ആ ഭൂമിയെയാണ് അവർ പുതിയ കാലത്തെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേലായി പരിവർത്തനപ്പെടുത്തുന്നത്. 1897 ആ സമ്മേളനം കഴിഞ്ഞ് 1914 ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം. അന്ന് ഈ പറഞ്ഞ പാലസ്തീൻ ഓട്ടോമാൻ അഥവാ തുർക്കി സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. 1-ാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും പാലസ്തീനോട് പറഞ്ഞു, നിങ്ങൾ ഈ യുദ്ധത്തിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ യുദ്ധാനന്തരം തുർക്കി സാമ്രാജ്യത്തിന്റെ അധീനതയിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിച്ച് നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാജ്യം ഞങ്ങൾ നൽകാം എന്ന് ബ്രിട്ടനും ഫ്രാൻസും പറയുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ചതിയുടെ ചാവുനിലം തുടങ്ങുന്നത്. അതേ സമയം തന്നെ പാലസ്തീന് വാഗ്ദാനം കൊടുത്ത അതേ സമയം തന്നെ ബ്രിട്ടനും ഫ്രാൻസും ജൂത പ്രമാണിമാർക്കൊരു വാക്കുകൊടുത്തു. അതാണ് ചരിത്രത്തിൽ ബാർഹൽ ഡിക്ലറേഷൻ, ബാർഹൽ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്, ആർദർ ബാർഹൽ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ ജൂത ജനതയുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ യുദ്ധാനന്തരം പാലസ്തീനിൽ ജൂതർക്കായി ഞങ്ങൾ ഒരു രാജ്യം നിർമ്മിച്ചു തരാം എന്നാണ് ഇവർ പറഞ്ഞത്. ഒരേ സമയം പാലസ്തീനോടും ഒരേ സമയം ജൂതരോടും അന്നത്തെ സാമ്രാജ്യ ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞു. തുടർന്നാണ് യുദ്ധാനന്തരം പാലസ്തീൻ ആദ്യം ചതി നേടുന്ന, ചരിത്രത്തിൽ ആദ്യത്തെ ചതി പാലസ്തീൻ നേരിടുന്നത് കൃത്യം പറഞ്ഞാൽ 1917 നവംബർ മാസം 2-ാം തീയതി ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറിയായ ആർദർ ബാഹറും ജൂത കോടീശ്വരനായ റോഹത്ത് ചൈൽഡ് പ്രഭുവും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി ഇതാണ്:
80% മുസ്ലിങ്ങൾ നിവസിക്കുന്ന, 12% ക്രിസ്ത്യാനികൾ നിവസിക്കുന്ന, കേവലം 3% ജൂതരുള്ള പാലസ്തീന്റെ മണ്ണിൽ ഞങ്ങൾ നിങ്ങൾക്ക് ജൂതർക്കായ ഒരു രാജ്യം രൂപപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഈ ജൂത കോടീശ്വരനായ, ജൂത പ്രമാണിയായ റോഹത്ത് ചൈൽഡ് പ്രഭുവിന് വാഗ്ദാനം നൽകി കരാർ ഒപ്പുവെച്ചത്. പാലസ്തീന് രാജ്യം നൽകാമെന്ന് പറഞ്ഞ ബ്രിട്ടൻ തുടർന്ന് പാലസ്തീനെ തങ്ങളുടെ കോളനിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 1920 മുതൽ 1930 വരെ ബ്രിട്ടന്റെ കോളനിയായി തുടർന്ന പാലസ്തീനിലേക്ക് ലോകമെങ്ങും ചിതറിക്കിടന്ന ജൂത വിഭാഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ആ ജൂത വിഭാഗങ്ങൾ തദ്ദേശീയരായ പാലസ്തീന്റെ സമ്പന്നമായ അറബ് സംസ്കൃതിയുടെ ആദിമ വേരുകൾ ഒന്നൊന്നായി അറുത്തു തുടങ്ങുകയും ചെയ്യുന്നു. അവിടം തൊട്ടാണ് ചോര കൊണ്ട് പാലസ്തീന്റെ ജീവിത ഭൂപടം എഴുതപ്പെടുന്നത്. മറ്റൊന്ന്, ബ്രിട്ടീഷ് കൊളോണിയലിസം തങ്ങൾ കോളനികളിലാക്കിയ രാജ്യങ്ങളിലെമ്പാടും അനുവർത്തിച്ച ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞ തന്ത്രം അവർ കോളനിയാക്കിയ പാലസ്തീനിലും തുടർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഈ ലോകത്തിലെ ഒരു വൻ ശക്തിയാകേണ്ട ഒരു ജനത 1905 ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, 1905 ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് ഇന്ത്യൻ ദേശീയതയിൽ ഗുരുതരമായ വിള്ളലുണ്ടാകുന്നതും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് വഴിതെളിക്കുന്നതും. ഇതേ കൊളോണിയൽ തന്ത്രമാണ് 1920 മുതൽ 1930 വരെ പാലസ്തീനിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം അനുവർത്തിച്ചത്. തുടർന്നാണ് ലോക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് 1933 അഡോൾഫ് ഹിറ്റ്ലർ കടന്നു വരുന്നത്. തങ്ങളുടെ രക്തമാണ് ലോകത്തിലെ ഏറ്റവും വംശശുദ്ധിയുള്ള രക്തം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ക്രൂരമായ നരവേട്ടയുടെ ചരിത്രം, ഈ ജൂതവംശത്തിലാണ് യഥാർത്ഥത്തിൽ ക്രൂരനായ, ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറുടെ ക്രൂരമായ വേട്ടയ്ക്ക് 10,000-കണക്കിന് ജൂതർ ഇരയായി. കോൺസെൻട്രേഷൻ ക്യാമ്പുകളില് 1000-കണക്കിന് ആളുകളെ ജീവനോടെ ദഹിപ്പിച്ചു. ഗ്യാസ് ചേംബറുകളിലിട്ട് 10,000-കണക്കിന് ജൂതരെ, കമ്മ്യൂണിസ്റ്റുകളെ, കത്തോലിക്കുകളെ അഡോൾഫ് ഹിറ്റ്ലർ ചുട്ടുകൊന്നു. ഗ്യാസ് ചേംബറിലേക്ക് എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് പാസ്റ്റർ നിമോളല്ല എന്ന് പറഞ്ഞ പുരോഹിതൻ ലോകത്തിലെ എല്ലാ കാലത്തെയും ഫാസിസത്തിനെതിരെയുള്ള ഒരു 5 വരി എഴുതി വെച്ചിട്ടാണ് ആ പുരോഹിതൻ ഗ്യാസ് ചേംബറിൽ മരണത്തിന് കീഴടങ്ങുന്നത്. ആ വരികൾ ഇങ്ങനെയായിരുന്നു: ആദ്യം അവർ ജൂതന്മാരെ തേടി വന്നു, ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. പിന്നെ അവർ കത്തോലിക്കരെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കത്തോലിക്കനല്ലായിരുന്നു. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ജൂതരെ വംശീയമായി ഉന്മൂലനം ചെയ്ത അഡോൾഫ് ഹിറ്റ്ലറുടെ ദുർഭരണത്തിന്റെ തേരോട്ടത്തിന് അറുതി വരുത്തിയത് ഇന്ന് റഷ്യയായി മാറിയ അന്നത്തെ യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയന്റെ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി ജോസഫ് സ്റ്റാലിനാണ്. അതിനുവേണ്ടി അന്ന് റഷ്യക്ക് 2 കോടി സൈനികരെയാണ് ബലി നൽകേണ്ടി വന്നത്. ഒടുവിൽ ക്രൂരനായ ഏകാധിപതി ഗത്യന്തരമില്ലാതെ ആത്മഹത്യയിൽ അഭയം തേടി. ഓർക്കേണ്ട ഒരു കാര്യം,
ചരിത്രം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ക്രൂരന്മാരായ ഏകാധിപതികളെ കാത്തിരിക്കുന്നത് ഭീതിതമായ ദാരുണമായ അന്ത്യമായിരിക്കും. ആ ഏകാധിപതി അമേരിക്കയിലുള്ള ട്രംപായാലും റഷ്യയിലുള്ള വ്ളാഡിമർ ആയാലും ഇന്ത്യയിലുള്ള ഏകാധിപതിയാളായാലും അവരെ കാത്തിരിക്കുന്നത് ചരിത്രത്തിന്റെ ദുരന്തങ്ങളാണ് എന്നുള്ളതാണ് ഹിറ്റ്ലർ നൽകുന്ന ജീവിത പാഠം. തുടർന്ന് ഈ അഡോൾഫ് ഹിറ്റ്ലറുടെ ക്രൂരമായ വേട്ടക്കിരയായ ജൂതവംശജരോട് ലോകത്തിനൊരു അനുഭാവമുണ്ടായി, അനുതാപമുണ്ടായി. അത് മുതലെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ നാം ഓർക്കേണ്ടത്, നാം ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്, ഈ ജൂതർക്കൊരു രാജ്യം നൽകണമെന്നുണ്ടെങ്കിൽ അക്കാലത്ത് അമേരിക്കയ്ക്ക് കീഴിൽ 14 കോളനികൾ, ആ 14 കോളനികളിൽ 6 കോളനികളിൽ ആൾപ്പാർപ്പില്ലാത്ത രാജ്യങ്ങളായിരുന്നു. ആ 6 കോളനികളിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഈ ജൂതർക്കൊരു രാജ്യം നിർമ്മിച്ചു കൊടുത്താൽ പോരായിരുന്നു. ബ്രിട്ടന് 18 കോളനികൾ, 7 കോളനികൾ ശൂന്യമാക്കപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ ജൂതർക്കൊരു കോളനികൾ അല്ലെങ്കിൽ ഒരു രാജ്യം കൊടുക്കുവാൻ ബ്രിട്ടനോ അല്ലെങ്കിൽ അമേരിക്കയോ അമേരിക്കൻ പ്രസിഡന്റായ ട്രൂമാനോ തയ്യാറായില്ല. പകരം 1947 നവംബർ മാസം 29-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടനയുടെ 181 റെസൊല്യൂഷൻ എന്ന പ്രമേയം, 181 എന്ന പേരിട്ട് വിളിക്കുന്ന പ്രമേയത്തിലൂടെ 1947 നവംബർ മാസം 29-ാം തീയതി പാലസ്തീൻ വിഭജിക്കുന്നു. സിംഹഭാഗം വരുന്ന പാലസ്തീൻ, ജൂതർക്ക് വേണ്ടി ഇസ്രായേൽ. ശേഷിക്കുന്ന തുച്ഛമായ ഭാഗത്തിലായിരുന്നു സിംഹഭാഗം വരുന്ന 80% ആളുകളുള്ള പാലസ്തീന്. നിങ്ങൾ അതിന്റെ വൈരുദ്ധ്യം ഒന്ന് ആലോചിക്കുന്നു, ഒച്ചു നോക്കൂ. ഒരു രാജ്യം, ആ രാജ്യത്തെ 80% വരുന്ന ജനതയ്ക്ക് ആ രാജ്യത്തിന്റെ ഒരു കോണ് നൽകിക്കൊണ്ട് അന്നേ വരെ സ്വന്തമായ ഒരു ഊരോ നാടോ ഇല്ലാത്ത ഒരു ജനതയ്ക്ക് ആ രാജ്യത്തിന്റെ 80% പതിച്ചു നൽകാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെയും ഏറാൻമൂളികളായ ഐക്യരാഷ്ട്ര സംഘടന തയ്യാറായി. അവിടെ ചതിയുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നു. അങ്ങനെയാണ് 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ എന്ന ഭീകരമായ തെമ്മാടികളായ സാമ്രാജ്യത്വത്തിന്റെ അവിഹിത ബന്ധത്തിൽ പിറന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ജാരസന്തതി ഭീകര രാഷ്ട്രം പിറവികൊള്ളുന്നത്. പലസ്തീനിലെ സിംഹഭാഗം സ്ഥലങ്ങൾ കിട്ടിയതൊക്കെ ഈ ആർത്തിപ്പണ്ടാരങ്ങൾ അടങ്ങിയോ? അവർ അറബ് വംശജർക്കെതിരെ 49 വരെ യുദ്ധം പ്രഖ്യാപിച്ചു. പാലസ്തീൻ അനുവദിക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ കൂടി തങ്ങളുടെ അധീനതയിലാക്കി അനസ്യൂതം അവർ അറബ് സംസ്കൃതിയുടെ, പാലസ്തീനികളുടെ ആദിമ സംസ്കൃതിയുടെ വേരുകൾ ഒന്നൊന്നായി അറുത്തുകൊണ്ടിരുന്നു. തുടർന്ന് അവർ ചെയ്ത ഒരു കാര്യം, ഈ പാലസ്തീൻ നഗരത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങൾ പുനർനാമകരണം ചെയ്തു, സ്ഥലങ്ങൾ പുനർനിർമ്മിച്ചു. ഇന്ത്യയില് നമ്മുടെ ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഗളന്മാരുടെ അടക്കമുള്ള സംസ്കൃതിയുടെ തിരിശേഷിപ്പുകളൊക്കെ മാറ്റിയിട്ട് പേര് മാറ്റുന്നത് പോലെ, സ്ഥലത്തിന്റെ പേര് മാറ്റുന്നത് പോലെ, നഗരങ്ങളുടെ പേര് മാറ്റുന്നത് പോലെ യഥാർത്ഥത്തിൽ 1948 തൊട്ട് ഇസ്രായേൽ ഭരണകൂടം പാലസ്തീന്റെ മുഖച്ഛായ മാറ്റാൻ അവരുടെ സംസ്കൃതിയുടെ മുഴുവൻ അടയാളങ്ങളെയും ഉച്ചാടനം ചെയ്യാൻ തുടങ്ങി. ഫാസിസവും ഏകാധിപത്യവും അത് ഇന്ത്യയിലായാലും അത് പാലസ്തീനിലായാലും ഒരുപോലെ തന്നെയാണ്. അവിടേക്കാണ് 1954 അൽ ഫത്ത എന്ന് പറയുന്ന മതനിരപേക്ഷ സംഘടനയുമായി യാസർ അറഫാത്ത് കടന്നു വരുന്നത്. ഈജിപ്തിൽ ജനിച്ച് കെയ്റോയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി കുവൈറ്റിൽ എഞ്ചിനീയർ ആയിരിക്കുമ്പോഴാണ് യാസർ അറഫാത്ത് ഈ
അൽഫത്ത എന്ന് പറഞ്ഞ മതനിരപേക്ഷ, ആ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കണം. കാരണം അതിൽ ജൂതരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, സമൂഹത്തിന്റെ സമസ്ത വിഭാഗങ്ങളിലും ഏകോപിപ്പിച്ചുകൊണ്ടാണ് യാസർ അറാഫത്ത് 54-ൽ അൽഫത്ത എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കുന്നത്. ആ സംഘടന തുടർന്ന് 1962-ല് PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടനയായി രൂപാന്തരപ്പെട്ടു. ആ യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ ലോക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ നെൽസൺ മണ്ടേലയ്ക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യ വിമോചന പോരാളിയുടെ പേര് കൂടിയാണ് യാസർ അറാഫത്ത് എന്നുള്ളത്. അനസ്യൂതമായ പോരാട്ടം, ആദ്യകാലത്ത് ഗറില്ല പോരാട്ടത്തിനാണ് അദ്ദേഹം പ്രാമുഖ്യം നൽകിയതെങ്കിൽ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞപ്പോഴ് ജനകീയ പോരാട്ടത്തിന്റെ വഴികളിലേക്ക് അദ്ദേഹം കടന്നു വന്നു. 1972-ൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രസംഗിക്കാൻ ക്ഷണം കിട്ടിയപ്പോൾ ആ മഹാനായ മനുഷ്യൻ, മഹാനായ പോരാളി, മഹാനായ വിപ്ലവകാരി ഐക്യരാഷ്ട്ര സംഘടനയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു കൈയിൽ ഒലീവിലയും മറുകൈയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തോക്കുമായാണ് ഇവിടേക്ക് കടന്നു വന്നത്. എന്റെ ഒലീവ് ചില്ല താഴെ വീഴാതെ നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ ഒലീവ് ചില്ല താഴെ ഇടാതെ നിങ്ങൾ കരുതണം. അതിന്റെ അർത്ഥം സമാധാനത്തിന്റെ പാതയിലൂടെ എനിക്ക് എക്കാലവും സഞ്ചരിക്കാൻ എനിക്ക് എന്റെ പിറന്ന മണ്ണ് തരൂ എന്നാണ് യാസർ അറാഫത്ത് പറഞ്ഞത്. ആരും ഗൗനിച്ചില്ല. ആ മനുഷ്യനെ, യാസർ അറാഫത്ത് എന്ന് പറഞ്ഞ പോരാളിയെ 1993 ഒരു കരാറുണ്ടാക്കി. ഓസ്ലോ കരാർ എന്നാണ് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന റാബിനും യാസർ അറാഫത്തും കൂടി ഒപ്പുവെച്ച ആ ഓസ്ലോ കരാർ അനുസരിച്ച് 1967 നിങ്ങൾ ഓർക്കേണ്ടത്, ചരിത്രത്തിൽ 6 ദിവസത്തെ യുദ്ധം എന്നറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതായത് അറബ് രാജ്യങ്ങളുമായി 1967 ജൂൺ മാസം 5 മുതൽ ജൂൺ മാസം 10 വരെ ഇസ്രായേൽ യുദ്ധം നടത്തുകയും ആ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും ഈ പറഞ്ഞ പാലസ്തീന്റെ ബാക്കിയുള്ള ഭൂരിഭാഗം വെസ്റ്റ് ബാങ്കും ഗസയും അടക്കമുള്ളത് ഈ ഇസ്രായേലിന്റെ അധീനതയിലാവുകയും ചെയ്തു. അവിടെയാണ് 1993 ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം അധിനിവേശപ്പെടുത്തിയ സ്ഥലങ്ങളെല്ലാം തിരിച്ചു നൽകി പാലസ്തീൻ അതോറിറ്റി രൂപീകരിക്കാമെന്ന് നാളിതുവരെ കണ്ടതിൽ മാന്യനായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന റാബിൻ ഒപ്പുവെച്ചു. പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ റാബിനെ മൊസാദ്, ഇസ്രായേൽ ചാരസംഘടന തന്നെ വധിച്ചു. യാസർ അറാഫത്ത് അവസാന കാലത്ത്, ചരിത്രം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായ ഇസ്രായേലിന്റെ മൊസാദ് ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് നീങ്ങുന്ന വിഷം കുത്തിവെക്കുകയായിരുന്നു യാസർ അറാഫത്തിന്. റാമല്ലയിൽ കഴിഞ്ഞിരുന്ന യാസർ അറാഫത്തിന്റെ സ്ഥിതി അത്യന്തം വഷളായപ്പോ പുറത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ 2 വർഷത്തോളം അവർ തടഞ്ഞു വെച്ചപ്പോ ലോകമെങ്ങുമുള്ള വിമോചന പോരാളികൾ, ലോകമെങ്ങുമുള്ള ജനലക്ഷങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പാരീസിലെ ആശുപത്രിയിലേക്ക് യാസർ അറാഫത്തിനെ മാറ്റുവാൻ ഇസ്രായേൽ ഭരണകൂടം, അമേരിക്കൻ ഭരണകൂടം സമ്മതിച്ചത്. 2004-ൽ യാസർ അറാഫത്ത് ഈ ഭൂമിയുടെ ഋതുഭേദങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഞാൻ 1967-ലെ കാര്യം പറഞ്ഞു, 1993 ഓസ്ലോ കരാർ പറഞ്ഞു. അവിടേക്കാണ് ഹമാസിന്റെ പോരാളികൾ കടന്നു വരുന്നത്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഏതെങ്കിലും ക്രിസംഗികൾ പറഞ്ഞാൽ, ഏതെങ്കിലും സംഘപരിവാർ കേന്ദ്രങ്ങൾ പറഞ്ഞാൽ അത് ഒരു തരിമ്പ് പോലും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അളമുട്ടിയാൽ ചേരയും കടിക്കും. തങ്ങൾ നിലയുറപ്പിച്ച, തങ്ങൾ പിറന്നു വീണ മണ്ണിന്റെ അവസാന അടരും അധിനിവേശപ്പെടുത്താൻ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അരിങ്കൊല ചെയ്യപ്പെടുമ്പോ
തങ്ങളുടെ സഹോദരങ്ങൾക്ക് മേൽ നിർബാധം ഷെല്ലുകൾ ഇടുമ്പോൾ, ബോംബുകൾ ഇടുമ്പോൾ, അവിടെയാണ് ഒരു കല്ലെങ്കിലും നിങ്ങൾ എടുത്തെറിയൂ എന്ന് പറയുന്നിടത്താണ് ഹമാസിന്റെ പ്രസക്തി, ഹമാസിന്റെ പോരാട്ട വീര്യം കടന്നു വരുന്നത് ആ ഘട്ടത്തിലാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം കൂടി നിങ്ങൾ ആലോചിക്കണം. ഈ പാലസ്തീൻ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ആദ്യത്തെ ഉത്തരം ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളായ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വത്തെ ദുർബലമാക്കിയെങ്കിൽ മാത്രമേ ഇസ്രായേലിന്റെ കരുത്ത് ചോരുകയുള്ളൂ. ഇസ്രായേലിന് ആളും അർത്ഥവും നൽകുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികളുടെ രക്തധമനികളാണ് മുറിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതിൽ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ഇസ്രായേൽ പരാജയപ്പെടണമെങ്കിൽ ലോകത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വം പരാജയപ്പെടണം. എങ്ങനെയാണ് അമേരിക്ക ഇത്ര വലിയ ഒരു ഏകധ്രുവ ലോകത്തിന്റെ അമരക്കാരനായി നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം. എങ്ങനെയാണ്? ഇനി മറ്റൊരു കാര്യം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണല്ലോ ഇന്ത്യക്കാരെ കൈകളിൽ ചങ്ങലക്കിട്ട് വിലങ്ങിട്ട് വിമാനത്തിൽ ഇങ്ങോട്ട് അയച്ചത്, കുടിയേറ്റക്കാരെന്നുള്ള പേരിൽ. ഇന്ന് അമേരിക്ക ഭരിക്കുന്ന ട്രംപിന്റെ മുൻഗാമികളുടേതാണോ അമേരിക്ക? അല്ല. അമേരിക്കയിലെ ആദിമ നിവാസികളായ റെഡ് ഇന്ത്യൻസിനെ വംശീയമായി ഉന്മൂലനം ചെയ്ത് അവരുടെ നിലവിളിക്കുന്ന രക്തത്തിൽ ചവിട്ടിയാണ് ട്രംപും മുൻഗാമികളും അമേരിക്ക അധിനിവേശപ്പെടുത്തിയത്. അപ്പോൾ അമേരിക്കയിലെ കുടിയേറ്റക്കാരാണ് ട്രംപ്. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് അമേരിക്ക ലോകത്തിന്റെ മുൻപിലെ വൻ ശക്തിയായി മാറിയത്? ഒന്ന്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സൈനിക താവളങ്ങൾ. രണ്ട്, തങ്ങൾക്കെതിരെ നിൽക്കുന്ന പദ്ധതികളെയും രാഷ്ട്രങ്ങളെയും എതിരായി നിൽക്കുന്നവരെയൊക്കെ ഉപരോധം ഏർപ്പെടുത്തി ഒറ്റപ്പെടുത്തുക. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്ര തലവന്മാരെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കുക. അവർക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അവരെ ഒറ്റപ്പെടുത്തുക. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ തകർക്കുക. മൂന്ന്, അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് IMF, ലോകബാങ്ക് അടക്കമുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങളെ കടക്കണിയിലേക്ക് എറിഞ്ഞ് അവരെ തങ്ങളുടെ വരുതിയിലാക്കുക. അതിനനുരൂപമായ കരാറുകൾ ഉണ്ടാക്കി അവരെ തങ്ങൾക്ക് വിധേയമാക്കുക. അവരെ മാധ്യമങ്ങളിലെ വിവര സാങ്കേതിക വിനിമയങ്ങളിലെ കുത്തക മേധാവിത്വം ഉപയോഗിച്ച് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ ഉയർത്തിയിട്ട് അവരുടെ വിശ്വാസ്യത ഇല്ലാതാക്കി മാധ്യമങ്ങളെ ഉപയോഗിച്ച് അവർക്കെതിരെ ഒരു പൊതുസമിതി രൂപപ്പെടുത്തുക. 6, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭൂരിപക്ഷം അംഗങ്ങളും എടുക്കുന്ന തീരുമാനത്തെ വീറ്റോ പവർ ഉപയോഗിച്ച് റദ്ദാക്കിയിട്ട് അടിസ്ഥാനപരമായ മനുഷ്യാവകാശ നയങ്ങളെ പോലും ലംഘിക്കുക. ഏറ്റവും ഒടുവിലായി ആഗോള തലത്തിൽ പ്രതിവർഷം ആയുധ വ്യാപാരത്തിന്റെ തോത് ഉയർത്തുക. ഇത്രയും ഘടകങ്ങളാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് വളരാൻ കഴിയൂ. കാരണം അവന്റെ പ്രധാന വരുമാന മാർഗം ആയുധത്തിന്റെ കച്ചവടമാണ്. ഈ ഭൂമി സമാധാനത്തിന്റെയും ശാന്തിയും നിറഞ്ഞ ഒരു മണ്ണായി മാറുകയാണെങ്കിൽ അമേരിക്കയുടെ കട പൂട്ടേണ്ടി വരും. ഈ ലോകത്ത് സംഘർഷങ്ങൾ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ സമ്പൽ വ്യവസ്ഥതയുടെ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ വർദ്ധിപ്പിക്കും, ആയുധങ്ങളുടെ വിപണനം വർദ്ധിപ്പിക്കുക എന്നതാണ്.
ഇനി മറ്റൊരു കാര്യം, ഇതൊരു മതപ്രശ്നമാണോ? നേരത്തെ ആദരണീയനായ അനിൽ മുഹമ്മദ് സാറ് ഈ പാലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ കൊടുക്കുന്ന ചിലരെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി എഴുതപ്പെട്ട അവതരണ ഗാനം, വിമോചന ഗാനം രൂപപ്പെടുത്തിയത് ഒരു ക്രിസ്ത്യാനിയാണ്. അയാളുടെ പേര് ജോർജ് ടോട്ടേരിയ എന്നാണ്. 1967 ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പലായനം ചെയ്ത ജോർജ് ടോട്ടേരിയ ഒരു മ്യൂസിക് ബാൻഡ് രൂപീകരിക്കുന്നു. ആ മ്യൂസിക് ബാൻഡിന്റെ പേര് കോഫിയ എന്നാണ്. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന കറുപ്പും വെളുപ്പും കലർന്ന കഫിയ ആണ് പാലസ്തീനിന്റെ പ്രതീകമെങ്കിൽ, കഫിയ എന്ന വാക്കിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത കോഫിയ എന്ന മ്യൂസിക് ബാൻഡിലൂടെയാണ് ലോകത്തെങ്ങുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ആവേശമായി പാലസ്തീന്റെ വിമോചന ഗാനം ക്രിസ്ത്യാനിയായ ജോർജ് ടോട്ടേരിയ രൂപപ്പെടുത്തിയത്. ആ ഗാനത്തിലെ വരികൾ ഏതാണ്ട് ഇങ്ങനെയാണ്: പലസ്തീൻ നീണാൾ വാഴട്ടെ, സിയോണിസം തകരട്ടെ, നമ്മൾ ഭൂമിയിൽ കൃഷി ചെയ്തു, ഗോതമ്പ് വിളവെടുത്തു, നാരങ്ങ പറിച്ചു, ഒലീവ് പിഴിഞ്ഞെടുത്തു, നമ്മൾ അധ്വാനിക്കുന്ന ഈ മണ്ണിനെ ലോകം മുഴുവൻ അറിയും. പാലസ്തീൻ നീണാൾ വാഴട്ടെ, സിയോണിസം തകരട്ടെ എന്നതായിരുന്നു ആ പാട്ട്. ഇനി മറ്റൊരു പുരോഹിതൻ, ക്രൈസ്തവ പുരോഹിതൻ, പേര് ബിഷപ്പ് കപ്പൂച്ചിയ, ലോകമാകെ ആരാധിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളെ പ്രാണനിൽ ഏറ്റുപിടിപ്പിച്ച ഒരു പുരോഹിതൻ. പലസ്തീൻ വിമോചന പോരാട്ടത്തിന് സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച മനുഷ്യനെ ഇസ്രായേൽ ഭരണകൂടം 12 വർഷക്കാലം തടവറയിലിട്ടു. ഒടുവിൽ 94-ാം വയസ്സിൽ ഇസ്രായേലിന്റെ തടവറയിൽ കിടന്നാണ് ക്രൈസ്തവ പുരോഹിതനായ ബിഷപ്പ് കപ്പൂച്ചിയ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. നിങ്ങൾക്കറിയോ, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലിന്റെ തെരുവുകളെ പ്രകമ്പനമാക്കിക്കൊണ്ട്, ഇളക്കി മറിച്ചുകൊണ്ട് ജൂതവംശജരായ ലക്ഷക്കണക്കിന് ആളുകൾ പാലസ്തീന് നീതി ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പ്രകടനം നടത്തുമ്പോഴാണ് കേരളത്തിലെ ചില കൃസംഗികൾ ഈ പാലസ്തീൻ വിമോചനത്തിനെതിരെ അവരുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നത്. ഞാൻ അതിന്റെ വശങ്ങളിലേക്ക് പോവുകയില്ല. മറ്റൊന്ന്, നിങ്ങൾ ഈ ടാങ്കുകൾക്കെതിരെ ഒരു കല്ലെങ്കിലും എടുത്തെറിയൂ എന്നൊരു ആഹ്വാനമുണ്ട്. അത്രയ്ക്ക് ആയുധ കവചിതങ്ങളായ അത്യന്താധുനികമായ ആയുധങ്ങളുമായി വരുമ്പോ അങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച 14 വയസ്സുള്ള ഒരു ബാലന്റെ ഫോട്ടോയുണ്ട്. അവന്റെ പേര് ഫാരിസ് ഔദേ എന്നാണ്. 14 വയസ്സാണ് അവനുള്ളത്. അവൻ സ്കൂളിൽ പോകുമ്പോ ബാഗില് ഒരു ജോഡി ഡ്രസ്സ് കരുതും. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോ തങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന, തങ്ങൾ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന, തങ്ങൾ കൂട്ടുചേർന്നുകൊണ്ടിരുന്ന തങ്ങളുടെ പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇസ്രായേലിന്റെ പാറ്റൻ ടാങ്കുകളും മിസൈലുകളും ഡ്രോണുകളും കടന്നു വന്നപ്പോഴാണ് അവൻ എന്തു ചെയ്തു? സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോ ഏതെങ്കിലും തെരുവിന്റെ കോണിൽ വെച്ച് അവന്റെ സ്കൂൾ യൂണിഫോം മാറ്റി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ് എടുത്ത് അണിഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ കല്ലുകൾ എടുത്തിട്ട് ഇസ്രായേൽ ടാങ്കിന് നേരെ വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയുന്ന ഒരു ദിവസം അസോസിയേറ്റ് പ്രസ് എന്ന് പറഞ്ഞ ലോകം മുഴുവൻ കീർത്തി കേട്ട ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഫോട്ടോഗ്രാഫർ, ലോറൻസ് റിവേഴ്സൺ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇസ്രായേൽ ടാങ്കിലേക്ക് രോഷത്തോടുകൂടി കല്ലെടുത്തെറിയുന്ന ഈ ബാലന്റെ ചിത്രം ക്യാമറയ്ക്കുള്ളിലാക്കുകയും അത് ലോകത്തിനൊട്ടാകെ സമ്മാനിക്കുകയും ചെയ്തു. ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് തങ്ങളുടെ മകൻ, ഒരമ്മയ്ക്ക് ഒരു മകനാണ്, മകൻ സ്കൂളിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ ഇങ്ങനെ ഇസ്രായേൽ ടാങ്കിനെതിരെ ഇവൻ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ആ അമ്മ അറിയുന്നത്. ആ അമ്മയ്ക്ക് ഫാരിസ് ഔദേ ഏക മകനാണ്. അന്ന് വൈകിട്ട് ഫാരിസ് ഔദേ വീട്ടിൽ വന്നപ്പോ
ആ അമ്മ ഇടനെഞ്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, ഉമ്മായ്ക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ഒരിക്കൽ പോലും ഇനി ആ ടാങ്കുകൾക്ക് കല്ലെറിയാൻ പോകരുത്. ഉമ്മായ്ക്ക് പടച്ചോനെ വിളിച്ച് വാക്ക് തരണം എന്ന് പറഞ്ഞു. പോരാതെ പെയ്യുന്ന ഉമ്മയുടെ കണ്ണീരിന്റെ മുൻപിൽ പതറിപ്പോയ അവൻ ആ അമ്മയ്ക്ക് വാക്കു കൊടുത്തു, അമ്മ, ഞാൻ ഇനി ഒരിക്കലും ആ ടാങ്കിന് നേരെ ഒരു കല്ലെറിയുകയില്ല എന്ന്. പിറ്റേന്ന് അവൻ സ്കൂളിലേക്ക് പോയപ്പോ അവന്റെ ബാഗിൽ യൂണിഫോമിനെ കൂടാതെ എടുത്തു വെച്ച ഡ്രസ്സ് ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ അവൻ വീടിന്റെ പടിയിറങ്ങി. പതിവില്ലാത്ത രീതിയിൽ ആ അമ്മ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് മകനെ കൈവീശി യാത്രയാക്കി. ഗേറ്റ് കടന്ന് തെരുവിൽ കുറച്ചു ദൂരം പോകുമ്പോഴും ആ മകൻ തിരിഞ്ഞ് തന്റെ അമ്മയെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ യാത്രയിലാണ് അവനെ നോട്ടമിട്ടിരുന്ന ഇസ്രായേലി പട്ടാളത്തിന്റെ സ്നൈപ്പർ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ട ആ 14 വയസ്സുകാരന്റെ നെഞ്ച് തുളച്ച് കടന്നുപോയി. 2 ദിവസം മരണവുമായി മുഖാമുഖം കണ്ട് ഫാരിസ് ഔദേ പരലോകത്തേക്ക് യാത്രയായി. ഗസാമത്താം എന്ന് പറഞ്ഞ പാലസ്തീൻ കവി അവന്റെ കണ്ണീരും ചോരയും കൊയ്യെടുത്ത് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: വീട്ടിലേക്ക് ഞാനിതാ വന്നിരിക്കുന്നു, അമ്മയോട് പറയണമെന്നുണ്ട്, ഹൃദയത്തിൽ ഉടക്കിയ വെടിയുണ്ടയുമായി ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. എന്റെ തലയിണ എവിടെ? എനിക്ക് അല്പനേരം കണ്ണടയ്ക്കണം, സ്വല്പനേരമെന്ന് ഉറങ്ങണം. യുദ്ധമെങ്ങാനും വന്ന് വാതിലിൽ മുട്ടിയാൽ അമ്മ അവരോട് പറയണം ഞാൻ വിശ്രമത്തിലാണെന്ന്. ഇങ്ങനെ ഈ ഫാരിസ് സൗദിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്തിഫാദ, ആ വാക്കിന്റെ അർത്ഥം, ഇന്തിഫാദ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറബ് ഭാഷയിൽ പുറന്തള്ളുക എന്നതാണ്. സാമ്രാജ്യത്വത്തെ, ഇസ്രായേൽ ഭീകരതയെ പുറന്തള്ളുവാനുള്ള ഇന്തിഫാദയിൽ ലക്ഷക്കണക്കിന് യൗവനങ്ങളാണ്, ലക്ഷക്കണക്കിന് കൗമാരങ്ങളാണ് സ്വന്തം ജീവിതം ബലി കൊടുത്തത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഞാൻ വീട്ടിൽ നിന്ന് ചാനലിന്റെ മുൻപിൽ നിന്ന് ഇറങ്ങുന്നത് വരെ 70,000-ഓളം പേരാണ് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഈ തൊട്ട് മുമ്പിലത്തെ നിമിഷം വരെ കുരുതി ചെയ്യപ്പെട്ടത്. ഞാൻ BBC-യുടെ ചാനൽ വെച്ച് നോക്കിയപ്പോ ഒരു ദൃക്സാക്ഷി വിവരണം, ആ ദൃക്സാക്ഷി വിവരണം കേട്ടുകൊണ്ടാണ് ഞാൻ സലാം സഖാവിന്റെ വിളി കേട്ട് ഇങ്ങോട്ട് വരുന്നത്. ദൃക്സാക്ഷി പറയുന്നത് ഇതാണ്: ഒരമ്മ ചിന്നിച്ചിതറിപ്പോയ മകളുടെ കൈകൾ എടുത്തിട്ട് മാറോട് ചേർത്തുകൊണ്ട് നിൽക്കുന്നു. ഒരു ബാലൻ കാണാതായ തന്റെ സഹോദരന്റെ ചെരുപ്പുമായി തന്റെ കൂടപ്പിറപ്പിനെ കാത്തു നിൽക്കുന്നു. ഗസയിലെ ആശുപത്രികളിൽ വെളിച്ചമില്ലാതെ ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തുന്നു. വെളിച്ചമില്ലാതെ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ മരണത്തിന് കാവൽ നിൽക്കുകയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ആശുപത്രി കെട്ടിടങ്ങളിൽ ഗസയിലെ ഡോക്ടർമാർ. 20,000-ഓളം കുഞ്ഞുങ്ങൾ. ഒരു കാര്യം ഓർക്കണം, ഒരു മിസൈലോ ഒരു ഡ്രോണോ ഒരു ബോംബോ വന്ന് നിപതിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും കാര്യം. പക്ഷേ ഗസയിലെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് എന്ന് പറയുന്നത് മരണവും ജീവിതവും തമ്മിലുള്ള ഒരു ഒളിച്ചുകളി അതിനകത്തുണ്ട്. ഗസയിലെ വിശക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് മരണം പതുക്കെ പതുക്കെയാണ് കടന്നു വരുന്നത്. ദുർവിധിയുടെ എല്ലാം നഷ്ടപ്പെട്ടവന്റെ അവസാന തുരുത്തിൽ ഒരു ബോംബ് നിപതിക്കുന്നത് വരെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഡ്രോണുകളും മിസൈലുകളും ബോംബുകളും പെയ്തിറങ്ങുന്ന ഗസയുടെ തെരുവിന്റെ നീണ്ട വരിയിൽ ക്യൂവിൽ ആ കുഞ്ഞ് കാത്തു നിൽക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ
അവനൊരു ബ്രെഡോ, ഒരിറ്റു വെള്ളമോ, ഒരു പയറോ, ഒരു റൊട്ടിയോ കിട്ടും. അതിലും ഭാഗ്യം വേണം. അങ്ങനെ ആ ക്യൂവിൽ ഒരിറ്റു ഭക്ഷണത്തിനായി നിൽക്കുമ്പോൾ തന്റെ ശരീരത്തിലേക്ക് ഒരു വെടിയുണ്ടയോ ഒരു മിസൈലോ വന്നു വീഴരുതേ എന്ന്. അതാണ് ഗസയിലെ കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ കുഴിമാടം ഇന്ന് ഗസയിലേതാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട, ഏറ്റവും കൂടുതൽ ദാഹമുള്ള ഉഷ്ണരാശി ഇന്ന് ഗസയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ശ്മശാനം അതിന്ന് ഗസയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനാഥമായ ഖബറുകൾ ഇന്ന് ഗസയിലെ തെരുവുകളിലാണ്. അതുകൊണ്ട് തന്നെ ചെടികളിൽ വെടിയുണ്ടകൾ പൂക്കുന്നതും മരച്ചില്ലകൾ കഴിമരങ്ങളാകുന്നതും പനിനീർ മെത്തകൾ പോരിടങ്ങളാകുന്നതും ഞാൻ എതിർത്തേക്കാം. റാഷിദ് ഹുസൈൻ എന്ന് പറഞ്ഞ കവി പറഞ്ഞതാണ്. പക്ഷേ എന്നാലും ഈ നരകത്തി എന്റെ യൗവനത്തെയും എന്റെ രാജ്യത്തെയും ദഹിപ്പിക്കുമ്പോൾ എന്റെ കവിതയിൽ നിന്ന് എനിക്കെങ്ങനെ തോക്കെടുത്തു മാറ്റുവാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഗസയിൽ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും നമ്മളോട് ചോദിക്കുന്നു, ഞങ്ങൾ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? ഗസയിൽ കുഞ്ഞുങ്ങൾ മുതൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന വൃദ്ധർ വരെ ഒരു ശ്വാസം പോലും കിട്ടാതെ മരണത്തിലേക്ക് യാത്രയാകുമ്പോൾ അവർ ചോദിക്കുന്നു, പ്രിയപ്പെട്ട ലോകമേ, ഞങ്ങൾ ഇങ്ങനെ മരണത്തിലേക്ക് നിവദിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? കുഞ്ഞിനെ പ്രസവിക്കാനുള്ള തത്രപ്പാടിൽ ഗർഭിണികൾ പരക്കം പായുമ്പോൾ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ, വളർച്ചയെത്താത്ത കുഞ്ഞുങ്ങളുടെ ഭ്രൂണം പുതിയ കാലത്തിന്റെ ചരിത്രത്തോട് വിളിച്ചു ചോദിക്കുന്നു, ഈ മണ്ണിന്റെ ഉർവരത കാണാൻ കഴിയാതെ ഗർഭപാത്രത്തിൽ വെച്ച് ഞങ്ങൾ അരിങ്കുല ചെയ്യപ്പെട്ടപ്പോ പ്രിയപ്പെട്ട ലോകമേ, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? അവിടെയാണ് ഐക്യപ്പെട്ടുകൊണ്ട് ഈ കൂട്ടായ്മ നടത്തുന്ന പ്രാർത്ഥന. ലോകത്ത് മറ്റേതൊരു മതവിഭാഗത്തെക്കാളും ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. അറിവിന്റെ ശാന്തല ഭൂമികളിലേക്ക്, അറിവിന്റെ വെളിച്ചത്തിലേക്ക് ലോകത്തെ മറ്റൊരു മതത്തെക്കാൾ കൂടുതൽ ഒരു ജനതയുടെ ബോധത്തെ ഉണർത്തിയത് ഹിറാ ഗുഹയിൽ ഏകാന്ത ധ്യാന നിമഗ്നനായിരുന്ന പ്രവാചകനിൽ ജിബ്രീൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഉത്ബോധനമുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇൻസാന, ഇന്നലെ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന കൊണ്ട് ആ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ തർപ്പണം നടത്തുമ്പോൾ എന്റെ ഈ വാക്കുകൾ വെടിയുണ്ടകളിൽ തോക്കുകളായി തുറന്നിരിക്കുന്ന വാക്കുകൾ കൊണ്ട് ഗാസയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഞാൻ പിൻവാങ്ങുകയാണ്. ഹൃദയാഭിവാദ്യങ്ങൾ.